ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെയിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളല്ല, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ വീടുകളിൽ ഹൈലി ഇൻസുലേറ്റഡ് ആയിരിക്കും. അവിടെയൊക്കെ HRV സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ചില വീടുകൾക്ക് കാണും. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റിക്കവറി വെന്റിലേറ്റർ. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ഇത് ഇൻഹെയിൽ ചെയ്തിട്ട് റൂമിൻ്റെ അകത്തുള്ള ബാഡായിട്ടുള്ള എയർ അത് എക്സൈൽ ചെയ്ത് പുറത്തോട്ട് കളയുന്നതായിരിക്കും. അങ്ങനെ റൂമിൻ്റെ അകത്ത് നല്ലൊരു വാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടിൻ്റെ അകത്ത് കിട്ടും. ഇത് മെയിനായിട്ട് മൗൾഡിനെ തടയും. പിന്നെ വീട്ടിലുള്ള ചെറുതായിട്ടുള്ള മറ്റെന്നാ പറയുന്ന വാട്ടറിൻ്റെ ഒരു ഹ്യൂമിഡിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വീട് നല്ല വൃത്തിമനയായിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുണ്ടെങ്കിൽ നല്ലൊരു വാമായിട്ടൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെ HRVയുടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാമെന്നാണ് നിങ്ങളെ കാണിക്കുന്നത്. അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റർ ഞാൻ മേടിച്ചിട്ടുണ്ട്. 2 ഫിൽറ്ററാണ് ഞാൻ മേടിച്ചേക്കുന്നത്. കാരണം നമുക്കിവിടെ 2 യൂണിറ്റ് ഉണ്ട് HRVയുടെ. അപ്പം 2 ഫിൽറ്റർ ഞാൻ മേടിച്ചു. പിന്നെ ഞാനൊരു സീലിംഗ് ടൈപ്പ് മേടിച്ചു. അതുകൂടാതെ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പിന്നെ ഒരു ആക്സോ ബ്ലേഡ് ഉണ്ട്. ഇത്രയും സാധനങ്ങളുടെ ആവശ്യമുള്ളൂ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് ബണ്ണിങ്സിൽ നിന്ന് അല്ലെങ്കിൽ മൈട്രട്ടണിൽ നിന്ന്, ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ് ഉള്ളത്, അപ്പം ഇവിടെ നമുക്ക് ബണ്ണിങ്സ് അല്ലെങ്കിൽ മൈട്രട്ടണിൽ ചീപ്പായിട്ട് നമുക്കിത് മേടിക്കാം. ഏകദേശം ഒരു $50 to $60 ഇടയ്ക്കേ നമുക്ക് ഒരു ഫിൽറ്ററിന് വില വരുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമുക്കൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $300 to $400 ഇതിന് ചാർജ് ചെയ്യും. അപ്പം നമുക്ക് വളരെ അധികം പൈസയൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ അത് ഈസി ആയിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ബണ്ണിങ്സിലാണ് വന്നിരിക്കുന്നത്. ബണ്ണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയൊരു ഷോപ്പാണ്. ഇവിടെ പല വെറൈറ്റി സാധനങ്ങൾ കിട്ടും. നമുക്ക് ഒരു ഫുള്ളായിട്ടൊരു വീട് മൊത്തത്തിൽ പണിയാനുള്ള സാധനങ്ങൾ വേണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അത്രയും സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ നിങ്ങളെ ഫിൽറ്ററിൻ്റെ സെക്ഷൻ കാണിക്കാം. ഇതൊരു ചെറിയ സെക്ഷനാണ് ഫിൽറ്ററിൻ്റെ സെക്ഷൻ. ഇവിടെയായിട്ടാണ് വരുന്നത്. പല വെറൈറ്റി ആയിട്ടുള്ള ഫിൽറ്ററുണ്ട് ഇവിടെ. വലിയ ഫിൽറ്ററുണ്ട്, പിന്നെ ചെറിയ ഫിൽറ്ററുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ HRVക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈസാണ് വരുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 295 mm x 295 mm x 95 mm ആണ്. അപ്പം ഇത് F7 അല്ലെങ്കിൽ F8 അതാണ് അതിൻ്റെ എഫിഷ്യൻസി ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ ഞാൻ നോക്കിയായിരുന്നു, അത് F8 ആണ്. അത് കാരണം ഞാൻ F8 ആണ് എടുക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും $54 ഉള്ളൂ. ഇതൊരു ഓപ്പൺ ആക്റ്റീവ് ബോക്സ് ആണിത്. ഏകദേശം ഇതിങ്ങനെയാണ് കറക്റ്റ് ഫിൽറ്റർ വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് സൈസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം ഇത് എനിക്കൊന്ന് ഫുള്ള് പേപ്പർ പോലുള്ളൊരു സാധനമാണ്. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാറാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം, എപ്പോഴും ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം വെരി ലൈറ്റ് വെയിറ്റ് ഉണ്ടോ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ബണ്ണിങ്സ് അല്ലെങ്കിൽ മൈട്രട്ടന് വന്നു കഴിഞ്ഞാൽ ഈ സാധനം എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സൈസിനനുസരിച്ച് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള സാധനം, പഴയ സാധനം ഏതാണോ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കുക. അപ്പം F7 ആണോ F8 ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വന്ന് സാധനം സെലക്ട് ചെയ്യുക. ഇതാണ് HRVയുടെ മോണിറ്റർ. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറാകുമ്പോഴത്തേക്ക് എന്നുള്ളൊരു സിമ്പൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അത് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. അപ്പം നമുക്കിത് ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറായെന്നുള്ളത് മനസ്സിലാവും. HRVയുടെ യൂണിറ്റ് ഇരിക്കുന്നത് നമ്മുടെയൊക്കെ റൂഫിൻ്റെ താഴെയാണ്. അപ്പം ഞാനിത് ഒരു ലാഡർ വെച്ച് കയറിയാൽ മതി. അപ്പം ഞാൻ ലാഡർ ഒന്നും എടുക്കാൻ സമയം കളയുന്നില്ല. നമ്മൾ പെട്ടെന്ന് മാറേണ്ടത് കാരണം, ഞാൻ ഇച്ചിരി അഡ്വഞ്ചറസ് പേഴ്സൺ ആയത് കാരണം ഇവിടെ ഇങ്ങനെ കയറി പോകും. ഇതാണ് നമ്മുടെ റൂഫിൻ്റെ താഴെയുള്ള സ്ഥലം. ഇത് മൊത്തം ഇൻസുലേഷൻ്റെ സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്, ഈ പിങ്ക് കളറിൽ. ഇതിൻ്റെ താഴെ മൊത്തം ഇവർ നല്ല രീതിയിൽ അടുക്കി വെച്ചേക്കുക. കാരണമാണ് നമ്മുടെ വീടുകൾക്ക് ഇത്ര നല്ല വാമായിട്ട് നല്ല ചൂടോടുകൂടി കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ HRVയുടെ ഫിൽറ്റർ യൂണിറ്റ്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് നമുക്ക്. അപ്പം ഞാനിത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മാറ്റുന്നതിന് മുമ്പ്
നമ്മളിതിൻ്റെ ഒരു മെയിൻ സ്വിച്ചുണ്ട്, അത് നമ്മൾ ഓഫാക്കണം, എന്നിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകാവുള്ളൂ. ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫാക്കി വിടുക, അത്രേ ഉള്ളൂ പരിപാടി. ഓഫാക്കുക. ഓക്കെ, അത് ഓഫാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യൂണിറ്റിലോട്ട് പോവാണ്. ഇവിടെ അധികം സ്പേസ് ഒന്നുമില്ല ഇതിൻ്റെ മുകളിൽ. ഇതിപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിപ്പം ഇവിടെ നിന്നുള്ള ഇത് ഫ്രഷ് ആയിട്ടുള്ള എയറെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോടെയാണ് ഇതിൻ്റെ മൊത്തം പരിപാടികൾ നടക്കുന്നത്. അപ്പം നമ്മളിത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഊരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഹാങ് ചെയ്തിട്ടേക്കുവാണ്. ഇത് നമ്മൾ അൺടൈ ചെയ്യണം. ഇത് താഴെ വെച്ച് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ട്. അപ്പം ഞാനിത് ഊരി താഴോട്ട് ഇറക്കുക. കാരണം നമ്മളത് ഊരിയിരിക്കുകയാണ്. എന്നിട്ട് ഈ യൂണിറ്റ് ഇത് നമ്മൾ അൺക്ലിക്ക് ചെയ്യണം. അൺക്ലിപ്പ് അടിച്ചിട്ട് എന്നിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കാണില്ല. ചിലതിന് ഇവിടെ ഇവർ സ്ക്രൂ ചെയ്തൊരു സൈഡ് വെച്ചിരിക്കുക, അത് നമ്മളൊന്ന് ഊരി എടുക്കാമെന്നുള്ളൂ. അടപ്പാണ് ഇത് വരുന്നത്, യൂണിറ്റിൻ്റെ അകത്ത് വരും. മെയിനായിട്ട് 2 സ്ക്രൂ ആണ് ഇവരിട്ടേക്കുന്നതിന്. 2 ഊരെടുത്താൽ നമ്മൾ ഇതാണ് ഫിൽറ്റർ ഇരിക്കുന്നത്. ഇത് ചുമ്മാ ഇവർ വെച്ചിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം ഒത്തിരി ഡേർട്ടിയായി. ഇതുണ്ട്, ഇതിപ്പം ജസ്റ്റ് നമ്മൾ എടുത്തുള്ളൂ. നമുക്കറിയാം എന്തുമാത്രം ഇത് ഒത്തിരി പൊടിയൊക്കെ പിടിച്ച് അത്ര ഇതായി. അത് കാരണമാണ് അത് ഫിൽറ്റർ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവരെഴുതി കാണിച്ചത്. നമ്മളിവിടെ മാറ്റി വെച്ചു. കാരണം ഇത് നമുക്ക് ഒത്തിരി പൊടി ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു പോർട്ടബിൾ വാക്വം ക്ലീനർ വല്ലതും വെച്ചത് പൊടി അടിച്ച് കളയാവുന്നേ. ഇപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ജസ്റ്റ് പുതിയ ഫിൽറ്റർ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി, അത്ര പരിപാടിയുള്ളൂ. ഇതാണ് നമ്മൾ മേടിച്ച എയർ ഫിൽറ്റർ. നമുക്ക് കാണാൻ പറ്റും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന സാധനമാണ്. ഇതിപ്പം ഈസിയാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ട്, എയർ ഫ്ലോ എന്ന് പറയുന്ന സംഗതി ഇത് പുറത്തോട്ട് വരണം. ഇതിൻ്റെ ആരോയെ ജസ്റ്റ് ഇതിങ്ങോട്ട് വെച്ചാൽ മതി. നമ്മൾ കറക്റ്റ് സൈസായത് കാരണം കറക്റ്റായിട്ടിരിക്കും. നമ്മളിത് എഫിഷ്യൻസി F8 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് സീലിംഗ് ടൈപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് അപ്പോൾ താഴോട്ട് ഇറങ്ങുമില്ല, ഇത് പുറത്തോട്ട് വരുമല്ല. കറക്റ്റ് ഫിറ്റായിട്ടാണ് സാധനം ഇരിക്കുന്നത്. അപ്പം വലിയ നമ്മൾ ഒട്ടിക്കേണ്ട കേസൊന്നും ഇപ്പം തൽക്കാലം ഇല്ല. ഇനി ഇതിപ്പം തിരിച്ച് ഫിറ്റ് ചെയ്യുക, പിന്നെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് അതങ്ങ് മുറുക്കി കഴിഞ്ഞാൽ സംഗതി സെറ്റ്. റൂഫിൻ്റെ താഴെ ഭയങ്കര ചൂടാണ്, അത് കാരണമാണ് നമ്മൾ ഈ കിടന്ന് ഈ അണയ്ക്കുന്നത്.
ഇത്രയും കേസേ ഉള്ളൂ, പരിപാടി തീർന്നിരിക്കുകയാണ്. തന്നെ സിമ്പിളായിട്ട് നമ്മൾ മാറ്റിയെന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ 2 സാധനവും നമ്മൾ മാറ്റി. ഇനി തിരിച്ച് ആ സ്വിച്ച് ഓൺ ആക്കണം. നമ്മൾ സേഫ്റ്റി ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ വീഴാതൊക്കെ ഇരിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതായിരിക്കും. സ്വിച്ച് ഓണാക്കി ഇനി താഴെ പോയി HRVയുടെ ഫിൽറ്ററും കൂടെ സെറ്റിങ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡി. നമ്മൾ HRVയുടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ സ്ക്രീനിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമുക്ക് മെനു എടുക്കണം. മെനു എടുക്കുന്നു, നെക്സ്റ്റ് അടിക്കുക. എബൌട്ട് യുവർ HRV എന്ന് കാണുന്നവിടെ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ HRV എന്നുള്ള വന്നു, അവിടെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീണ്ടും അടിക്കുക. ഫിൽറ്റർ റീസെറ്റ് എന്നുള്ള അവസാനം കാണും, അപ്പം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് 0%, അപ്പം നമ്മളവിടെ റീസെറ്റ് അടിക്കുക. 100% ആയിരിക്കുകയാണ്. ജസ്റ്റ് ബാക്ക് ടു ഹോം. അപ്പം വെൽ ഡൺ. HRV ഫിൽറ്റർ ചേഞ്ച് ഓൾ ഡൺ.